മരണവും ജീവിതവും ഒരേ താളത്തിലൊഴുകുന്ന ഭാരതപ്പുഴയുടെ തീരം. പാണ്ഡവർ തങ്ങളുടെ പാപഭാരം ഇറക്കി വെച്ച ഐവർമഠത്തിൻ്റെ പുണ്യമണ്ണ്. ഈ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഇന്നലെ അവിടെ ഒരു മഹാ അത്ഭുതം സംഭവിച്ചു. പത്മശ്രീ മട്ടന്നൂരിൻ്റെ ചെണ്ടക്കോലുകൾ പ്രകമ്പനം സൃഷ്ടിച്ചപ്പോൾ ശ്മശാനത്തിലെ ചിതകൾക്ക് സാക്ഷിയായി ഭദ്രകാളി ഉണർന്നു. ഹോം ടിപ്സ് യൂത്താനുവിലൂടെ ഇന്നലെ നടന്ന പാമ്പാടി ഐവർമഠം കളിയാട്ടത്തിൻ്റെ അവിസ്മരണീയ നിമിഷങ്ങളിലേക്ക് നമുക്ക് പോകാം. രാത്രിയുടെ ഇരുട്ടിൽ ഞങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ ഇത്രയും വലിയൊരു ജനസഞ്ചയത്തെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഐവർമഠത്തിലേക്കുള്ള കിലോമീറ്ററുകൾക്ക് ഇപ്പുറം തന്നെ വാഹനങ്ങൾ നിശ്ചലമായിരുന്നു. പാർക്കിംഗ് എന്നതൊരു വലിയ കടമ്പയായിരുന്നു. കാറുകളും ബൈക്കുകളും വഴിയോരങ്ങളിൽ കിലോമീറ്ററുകളോളം നിരന്നു കിടക്കുന്നു. ഭക്തിക്ക് മുമ്പിൽ തടസ്സങ്ങളില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ആ തിരക്കിനിടയിലൂടെ നടന്ന് ഞങ്ങൾ ഉത്സവപ്പറമ്പിലെത്തി. വഴിയോരങ്ങളിൽ വെളിച്ചം വിതറി നിൽക്കുന്ന കച്ചവടക്കാർ. പഴയൊരു ഗ്രാമീണ ഉത്സവത്തിൻ്റെ ഗൃഹാതുരത്വം ഉണർത്തുന്ന കാഴ്ചയായിരുന്നു അത്. ഇവിടെയാണ് കളിയാട്ടത്തിൻ്റെ ഹൃദയം തുടിക്കുന്നത്. ഐവർമഠം ശ്മശാന ഭൂമി. ആരും പോകാൻ ഭയക്കുന്ന ആ മണ്ണിൽ അർദ്ധരാത്രിയിൽ ഭദ്രകാളിയെ പൂജിക്കുന്നു. ഭാരതപ്പുഴയുടെ തീരത്തെ ഈ ശ്മശാനത്തിൽ വെച്ച് അമ്മയെ പ്രീതിപ്പെടുത്തുന്നത് നാടിൻ്റെയും വരും തലമുറയുടെയും ദോഷങ്ങൾ തീർക്കാനാണ്. ചിതകളിൽ നിന്ന് ഉയരുന്ന പുകയ്ക്കും മന്ത്രോച്ചാരണങ്ങൾക്കും ഇടയിൽ ആ പൂജ നടക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവരുടെ ഉള്ളിൽ ഭക്തിയും ഭയവും ഒരുപോലെ നിറയും. ഈ വിശുദ്ധ പൂജയ്ക്ക് ശേഷമാണ് കളിയാട്ടം അതിൻ്റെ പൂർണ്ണരൂപത്തിലേക്ക് മാറുന്നത്. പൂജ കഴിഞ്ഞ നിമിഷം ചെണ്ടയിൽ ആദ്യത്തെ കോലടി വീണു. സാക്ഷാൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും സംഘവും. ഒരു മണിക്കൂർ നിങ്ങൾ കേൾക്കുന്ന ഈ മേളം വെറും ഒരു സംഗീതമല്ല, അത് ഐവർമഠത്തിൻ്റെ സിരകളെ ഉണർത്തുന്ന താളമാണ്. മട്ടന്നൂരിൻ്റെ കൈവിരുതിൽ ചെണ്ടയിൽ നിന്ന് ഉയരുന്ന ഓരോ നാദവും ശ്മശാന ഭൂമിയുടെ നിശബ്ദതയെ ഭക്തിയുടെ ലഹരിയാക്കി മാറ്റി. മേളത്തിൻ്റെ അകമ്പടിയോടെ ഭാരതപ്പുഴയിൽ നീരാടിയെത്തുന്ന കോലധാരികളുടെ ആ കുളിച്ചെഴുന്നള്ളത്ത് ഒരു വല്ലാത്ത കാഴ്ചയാണ്. എന്നാൽ അതിനേക്കാൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അവർ നടത്തുന്ന ആയുധ പരിശീലനമാണ്. ഇത് വെറും ഒരു പ്രദർശനമല്ല. ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ ആയുധമേന്തി ഇറങ്ങുന്ന ഭദ്രകാളിയെയാണ് നാം ഓരോ ചുവടിലും കാണുന്നത്. ദേവിയുടെ ശക്തി ആവാഹിച്ചുകൊണ്ടുള്ള ആ അഭ്യാസമുറകൾ പാരമ്പര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും നേർക്കാഴ്ചയാണ്. ആയുധങ്ങൾ കാറ്റിൽ മിന്നുമ്പോൾ അത് ഭക്തരുടെ ഉള്ളിലെ ഇരുട്ടിനെ മായ്ക്കുന്ന വെളിച്ചമായി മാറുന്നു. വഴിയോരത്തെ കച്ചവടക്കാർ മട്ടന്നൂരിൻ്റെ മേളവും ശ്മശാനത്തിലെ പൂജയും എല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ മനസ്സ് നിറയെ ആ ചടങ്ങുകളുടെ ഗാംഭീര്യമായിരുന്നു. ഐവർമഠം കളിയാട്ടം കേവലം ഒരു ഉത്സവമല്ല, അതൊരു അനുഭവമാണ്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കും ആ അനുഭവം നൽകിയെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ വിശേഷങ്ങൾ ഇനിയും പങ്കുവയ്ക്കാം. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും സബ്സ്ക്രിപ്ഷനുമായി കമൻറ്റുമായി അറിയിക്കുമല്ലോ. നന്ദി.
ദയവായി പിന്നോക്കം മാറി നിൽക്കൂ.